ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചാനലിൻ്റെ നെയിം ചേഞ്ച് ചെയ്തത് എല്ലാവരും നോട്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മടി പിടിച്ചിരിക്കുന്ന ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഏത് പച്ചക്കറി വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഞാനൊരു കുക്കുംബറും ക്യാരറ്റും ടൊമാറ്റോയും ഓണിയനും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. കൂടെ 2 എഗ്ഗ് ബോയിൽ ചെയ്തതുകൂടെ എടുത്തിട്ടുണ്ട്. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ എഗ്ഗ് ബോയിൽ ചെയ്ത പാർട്ട് നമുക്ക് ഒഴിവാക്കാം. ഈ പച്ചക്കറികളെല്ലാം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുക. കൂട്ടത്തിൽ നമ്മുടെ എഗ്ഗ് കൂടെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി 2 ടേബിൾ സ്പൂൺ മയണൈസ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മയണൈസിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ എരിവ് കിട്ടാനായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് അതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ്, ബണ്ണ് ഏതാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിവിടെ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രെഡാണ് ഇഷ്ടമെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഈ ഫില്ലിങ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു കുറച്ച് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്. മക്കൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ചൂടോടെ ബട്ടറിൽ പൊരിച്ചെടുത്ത ഈ ബ്രെഡ് ഉണ്ടല്ലോ, എന്ത് ടേസ്റ്റാണെന്നറിയാമോ കഴിക്കാൻ. നല്ലൊരു മണമാണ്. ഒരു കട്ടൻ കാപ്പി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലാണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കണം, മറക്കരുത്. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.